ഹായ്. അപ്പം ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറയുന്ന കാര്യം, നമ്മൾ കുറേ ആൾക്കാരുണ്ട് ഇപ്പം ബിസിനസ്സായിരിക്കും അവർ ചെയ്യുന്നത്. ബിസിനസ്സെല്ലാം നല്ല രീതിയിൽ നാട്ടിലൊക്കെ പൊയ്ക്കൊണ്ടിരിക്കും. അവർ നാട്ടിലെ സാമ്പത്തികമായിട്ടൊക്കെ നല്ല സാമ്പത്തിക ഭദ്രതയൊക്കെ ഉള്ള ആൾക്കാരായിരിക്കും. വീടുണ്ടാവും, അവർക്ക് ഒത്തിരി പ്രോപ്പർട്ടി ഉണ്ടാവും. അപ്പം അവരുടെ പേരിൽ അച്ഛൻ കൊടുത്തതോ അമ്മ കൊടുത്തതോ ഒക്കെയും അവർ സമ്പാദിച്ചതും എല്ലാം കാണും. അപ്പോൾ അവരിങ്ങനെ ബിസിനസ് നല്ല രീതിയിൽ പൊയ്ക്കൊണ്ടിരിക്കുമ്പോഴായിരിക്കും അവരുടെ ഏതെങ്കിലും ഇപ്പം ദുബായിലോ എവിടെയെങ്കിലുമുള്ള ഫ്രണ്ട്സ് ആരെങ്കിലുമൊക്കെ പറയും, നമുക്ക് അവരിവിടെ ബിസിനസ് ചെയ്യുന്നുണ്ടായിരിക്കും. അവർ പറയും നമുക്ക് പാർട്ട്ണർഷിപ്പ് ഇട്ടോ എന്തെങ്കിലും ബിസിനസ് ചെയ്താലോ എന്നൊക്കെ ചോദിക്കും. അപ്പം ഇവിടെ നല്ല സ്കോപ്പാണ്, നിങ്ങൾ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല ഗ്രോത്ത് ഉണ്ടാവും, അതിൽ നിന്നും പൈസ ഉണ്ടാക്കാൻ പറ്റും, നിങ്ങളത് ഒക്കെ വിറ്റിട്ട് ഇങ്ങോട്ട് വന്നൂടെ എന്ന് ചോദിക്കും. അപ്പം അവരിങ്ങനെ ചില ആൾക്കാരുണ്ട് ഈ ഒരു കാര്യം പറയുമ്പോൾ നമ്മളൊന്നും ആലോചിക്കാതെ എടുത്ത് പെട്ടെന്ന് തീരുമാനം എടുക്കുന്ന ആൾക്കാർ. അപ്പം തീരുമാനം എടുക്കുന്നതിന് മുന്നേ നമ്മൾ ഒന്ന് കൂടി ആലോചിക്കുക. ഫാമിലി അതുപോലെ തന്നെ നിങ്ങൾ തന്നെ ഇരുന്ന് ആലോചിച്ചിട്ട് ഡിസിഷൻ പറയുക. അതെടുത്ത ഒരു തീരുമാനം നമ്മൾ പെട്ടെന്ന് ആരുടെടുത്തും പറയരുത്. അത് ഈ ബിസിനസ് നല്ല രീതിയിൽ നിങ്ങൾക്കിപ്പോൾ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് നാട്ടിൽ. അപ്പോൾ നിങ്ങൾ നിങ്ങളെ കയ്യിൽ ഒരുപാട് കാര്യങ്ങളെല്ലാം നടക്കുന്നുണ്ട്, കുറച്ച് പ്രോഫിറ്റ് എല്ലാം കിട്ടുന്നുണ്ട്, നമ്മൾ നല്ല രീതിയിൽ പോകുന്നുണ്ട്, ഫാമിലി സന്തോഷമായിട്ട് പോകുന്നുണ്ട് അല്ലേ? അതല്ലേ വേണ്ടത്, നമ്മൾ ഫാമിലിയായിട്ട് സന്തോഷത്തോടെ കൂടി. ഇപ്പോൾ ഈ കാലത്ത് കുറേ ആൾക്കാരുണ്ട്, കുറേ പൈസ കാണും, വീണ്ടും ഇപ്പോൾ ഒരു 10 ലക്ഷം രൂപ അക്കൗണ്ടിൽ ഉണ്ട്, എനിക്കൊരു 1 കോടി രൂപ, അപ്പോൾ 1 കോടി ഇട്ട് കഴിഞ്ഞാൽ അത് 2 കോടി, ഇങ്ങനെ എന്തിനാ കോടിക്കണക്കിന് രൂപ നമുക്ക്? പൈസ വേണമല്ലേ? നമ്മൾ കുറേ കോടി ഉണ്ടെങ്കിലും അത് നമ്മൾ കുറേശ്ശെ ഡെയിലി ഒരു 1000 രൂപ അല്ലെങ്കിൽ 500 രൂപ നമ്മളൊന്ന് എടുത്തിട്ട് കഴിച്ച് കഴിഞ്ഞാൽ പോലും പൈസ വീണ്ടും കാണും. നമുക്ക് ആകെ പൈസ നമ്മൾ ജീവിക്കുന്ന എത്ര 65-70 അല്ലേ? നമുക്ക് നല്ല കാലം എന്ന് പറയുന്നത് 50-55-60 വയസ്സ് വരെ കാണുള്ളൂ. അത് കഴിഞ്ഞ് പിള്ളേരെ നല്ല പ്രോപ്പർട്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്, പിള്ളേരെ അയക്കാൻ വേണ്ടിയൊക്കെ നമുക്ക് പൈസ വേണം, പഠിപ്പിക്കണം. അത് കഴിഞ്ഞിട്ടും പൈസ കാണും സഫിഷ്യൻ്റായിട്ട്. ഇപ്പോൾ നിങ്ങളിപ്പം ബിസിനസ് ചെയ്യുന്നവരായാലും അപ്പോൾ ഈ ഫ്രണ്ട് പറയുന്ന കേട്ടിട്ട് നേരെ ചില ആൾക്കാർ ഡിസിഷൻ എടുത്തിട്ട് എന്ത് ചെയ്യും, ഇവിടെ അവർ തീരുമാനിക്കും ശരി അവിടെ നമുക്ക് എല്ലാം നല്ലതാണ്. അപ്പോൾ അവിടുത്തെ സിറ്റുവേഷനൊന്നും അറിയില്ല. ഇപ്പോൾ എല്ലാം നല്ല രീതിയിൽ പൊയ്ക്കൊണ്ടിരിക്കുകയായിരിക്കും. അവിടെയും ആ കൂട്ടുകാരൻ പറയുന്ന അറിവേ ഉള്ളൂ. അവൻ ചിലപ്പം എങ്ങനെയാണ് ബിസിനസ് പോകുന്ന പ്രോഫിറ്റ് എന്നൊന്നും പറയില്ല, നല്ല രീതിയിലാണെന്നുള്ളത് പറയും. ശരി, അപ്പം ഡിസിഷൻ എടുക്കും. എന്നിട്ട് പൈസ നമ്മളെ കയ്യിലില്ല. നമ്മൾ ഇങ്ങനെ ആലോചിക്കും, നാട്ടിലുള്ള ആൾ എന്ത് ചെയ്യണം. അപ്പോൾ എത്ര രൂപ വേണമെന്നുള്ള എത്ര ഉണ്ടെങ്കിൽ നമുക്ക് ചോദിക്കാം, എത്ര ദിറംസൊക്കെ ആയിരിക്കുമല്ലോ. അപ്പോൾ അതിന് തക്കതായ എത്ര കോടി രൂപ വേണം. അതിന് നീ ഒരു കാര്യം ചെയ്ത് നിൻ്റെ വീട് വിൽക്ക്, എൻ്റെ പ്രോപ്പർട്ടിയൊക്കെ വിൽക്കുക, നമുക്ക് ഡെയിലി ഇപ്പോൾ 1 കൊല്ലം കൊണ്ട് തന്നെ നിങ്ങൾക്ക് അതെല്ലാം തിരിച്ച് അതിനൊക്കെ അപ്പുറം വാങ്ങാമെന്നൊക്കെ വാഗ്ദാനങ്ങൾ കിട്ടും. അപ്പോൾ അതനുസരിച്ച് ശരി എന്ന് പറഞ്ഞ് പെട്ടെന്ന് എടുത്ത് ചാട്ടമാണല്ലോ എല്ലാവരും അല്ലേ? അതുപോലെ പ്രതീക്ഷയാണല്ലോ, കുറേ പ്രതീക്ഷയാണല്ലോ എടുത്ത് ചാട്ടം എന്ന് പറയാം നമ്മുടെ മനസ്സിൽ. അപ്പം കുറേ അപ്പോൾ ചിലർ പൈസയ്ക്ക് ആർത്തിയുള്ള ആൾക്കാരെന്നും പറയാം, കുറേ കൂടെ കിട്ടിയാൽ കൊള്ളാം. അയൽവക്കത്തെ ആൾക്കാരൊക്കെ ഗൾഫിലൊക്കെ ആണെങ്കിൽ അവർ കുറേ വീടും ഭയങ്കര കാറൊക്കെ ആണെങ്കിൽ അതുപോലെ നമുക്ക് പറ്റുന്നില്ലെന്നുള്ള രീതിയിൽ ഇവരെല്ലാം എന്ത് ചെയ്യും, നമുക്കത് വേണം. പോയി കഴിഞ്ഞാൽ സ്വപ്നങ്ങൾ കാണും, അവിടെ അങ്ങനെയാണ്, അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇത്രയും ഉണ്ടാവും. യാഥാർത്ഥ്യം മനസ്സിലാക്കുന്നില്ല. അവിടെ വന്നിട്ട് നിങ്ങളൊന്ന് ഇരുന്ന് ചിന്തിക്കുക. നമ്മളിവിടെ നിന്ന് പൈസ കൊണ്ടുപോയി വിസ എടുത്തു, കാര്യങ്ങളെല്ലാം റെഡിയാക്കണം. അപ്പോൾ അതിനിങ്ങനെ പൈസ ചോദിച്ചുകൊണ്ടേ ഇരിക്കും. നമ്മൾ എവിടെ നിന്നെങ്കിലുമൊക്കെ കടം വാങ്ങിച്ച് പലിശയ്ക്കൊക്കെ എടുത്ത് കൊടുക്കും, എന്നിട്ട് പ്രോപ്പർട്ടിയൊക്കെ വിറ്റ് തുടങ്ങും, അതൊക്കെ പൈസ കൊടുത്തുകൊണ്ടിരിക്കും. അപ്പോൾ നിങ്ങൾ ആലോചിക്കണം, ഇതൊരു സംഗതി തുടങ്ങാൻ വേണ്ടിയുള്ള നമ്മൾ പൈസയാണ് അറേഞ്ച് ആക്കി കൊടുത്തുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് എന്ത് ചെയ്യണം, അവിടെ പോയി ഇപ്പോൾ ഒരു ഹോട്ടലാണ്, സപ്പോസ് നാട്ടിൽ ഹോട്ടലാണ്, നിങ്ങൾക്ക് അതിൽ എക്സ്പീരിയൻസ് ഉണ്ട്, നല്ല രീതിയിൽ പൊയ്ക്കൊണ്ടിരിക്കുന്നു. അപ്പം അവിടെയും പോയി ഹോട്ടലാണ് തുടങ്ങുന്നത്. ഓക്കെ, അപ്പോൾ അതിനുള്ള നിങ്ങൾ ഇപ്പം സ്വപ്നം കാണുകയാണ്, അവിടെ പോയിട്ട് നമ്മൾ പൈസ കൊടുത്തു കഴിഞ്ഞാൽ എല്ലാം സെറ്റാവില്ല. കുറേ മൂലാമാലകളുണ്ടല്ലേ. അപ്പോൾ അവിടുത്തെ ഒരു ആൾ നമുക്ക് ഗ്യാരണ്ടിക്ക് ആൾ വേണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ ഇപ്പോഴൊക്കെ നമുക്ക് സ്വന്തമായിട്ട് വിസയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെയാണെങ്കിൽ. വേറെ രാജ്യത്ത് എനിക്കറിയില്ല. അപ്പോൾ എന്തായാലും അതെല്ലാം നമ്മൾ പൈസയൊക്കെ കൊടുത്ത് വീണ്ടും പൈസകൾ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും. നമ്മൾ വിചാരിക്കും ഇത്രയിൽ നിൽക്കും, ഇല്ല, ഓരോന്നിങ്ങനെ വീണ്ടും റിക്വയർമെൻറ്റ് വന്നുകൊണ്ടിരിക്കും. നമ്മളെ കൂട്ടുകാരനെ വിശ്വാസമാണ് നിങ്ങളെ കൂടെ ജോലി ചെയ്താൽ, പക്ഷേ നിങ്ങൾ വിശ്വസിക്കുകയാണല്ലേ, നിങ്ങൾ പൈസ ഇങ്ങനെ അയച്ചുകൊണ്ടിരിക്കും. ഇപ്പോൾ അത് കുറേ ആൾക്കാർ അവിടെ പോയിട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട് കേട്ടോ. അവർ ഉണ്ടായിരുന്നിട്ട് നാട്ടിൽ നിന്ന് പൈസ വരുത്തി
വീടൊക്കെ വിറ്റിട്ട് വന്ന് ബിസിനസ് ചെയ്യുന്നവരും ഉണ്ട്, ഇല്ലാതെയും ഉള്ള ഫ്രണ്ട്സ് വഴിയൊക്കെ അല്ലേ. അപ്പോൾ ആ പൈസ നമ്മൾ കൊടുക്കുന്നു, അത് തന്നെയാണോ ചെയ്യുന്നത് നിങ്ങൾക്ക് എന്ത് ഉറപ്പുണ്ട്? അതൊന്ന് ആലോചിച്ച് നോക്ക്. നിങ്ങൾ ഫ്രണ്ടിൻ്റെ കയ്യിൽ പൈസ കൊടുക്കുന്നു, അവർ നിങ്ങൾക്ക് വേണ്ടി തന്നെയാണോ പുള്ളി ചെയ്യുന്നത്? അതെ. അപ്പോൾ നിങ്ങൾ ഇവിടെ നിന്ന് പൈസ അയച്ചു കൊടുക്കുന്നു, അത് എല്ലാം നിങ്ങൾ സെറ്റാക്കുന്നു എന്ന് അവർ പറയുന്നു, അതനുസരിച്ച് നിങ്ങൾ പൈസ വീണ്ടും കൊടുക്കുന്നു അല്ലേ. ശരി, എല്ലാം കൊടുത്തു, നിങ്ങളവിടെ പോയി, നിങ്ങൾ ഹോട്ടൽ സ്റ്റാർട്ട് ചെയ്തു. അപ്പം നാട്ടിലുള്ള വീട് പോയി, പറമ്പെല്ലാം പോയി, കടത്തിലാണ് അല്ലെ, ലോണിലാണ് അല്ലേ. അപ്പോൾ ഇനി അതെല്ലാം ഉണ്ടായിരുന്ന സാധനങ്ങളെല്ലാം പോയി, ജീവിതത്തിൽ വേണ്ട സാധനങ്ങളെല്ലാം ഉണ്ടായിരുന്നു, അതെല്ലാം വിറ്റു ആക്കിയിട്ട് പുതിയ ബിസിനസ് തുടങ്ങണം. അപ്പോൾ ഇനി ഒന്നേന്ന് നിങ്ങൾ തുടങ്ങണം. ആലോചിച്ച് നോക്കും, ഒന്നേന്ന് വീടുണ്ടാക്കണം, സേവിങ്സ് ഉണ്ടാക്കണം, എല്ലാം ഉണ്ടാക്കണം. പക്ഷേ അവിടെ ബിസിനസ് കിട്ടണ്ടേ? നിങ്ങൾ പോയി എല്ലാം തുടങ്ങി. നിങ്ങൾ ആലോചിച്ച് നോക്ക്, സ്റ്റാഫിനെല്ലാം സാലറി കൊടുക്കണം, വിസ പ്രോസസ്സ് കാര്യങ്ങളൊക്കെ ചെയ്യണം, എല്ലാം നിങ്ങളെ പൈസ വേണം, പിന്നെ കുറേ കയ്യിലുണ്ടെങ്കിൽ വേണം. ആദ്യമേ പിന്നെ അവിടെ പോയി കടം വാങ്ങാൻ പറ്റുമോ? ലോണും എടുക്കാൻ പറ്റുമോ? നിങ്ങൾ ഇനി ഏത് കാലത്താണ് ഇനി ഉണ്ടാക്കി നമ്മൾ വീണ്ടും സ്റ്റാഫിനെല്ലാം കഴിഞ്ഞ് എത്ര പ്രോഫിറ്റ് മാറ്റി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ പ്രോപ്പർട്ടിയൊക്കെ തിരിച്ച് അതുപോലത്തെ വാങ്ങാൻ പറ്റുമോ? കണ്ണായ സ്ഥലത്തുണ്ടായ സാധനങ്ങളെല്ലാം പോകത്തില്ലേ? അപ്പോൾ എപ്പോഴും ആലോചിക്കേണ്ടത്, നിങ്ങൾ പോണതിന് മുന്നേ ആലോചിക്കും, നമ്മൾ കളഞ്ഞ് വിറ്റിട്ട് പോകണോ, അല്ലെങ്കിൽ കയ്യിലുണ്ടെങ്കിൽ നിങ്ങളത് പോകും, ഇല്ലെങ്കിൽ പാർട്ട്ണറുടെ അടുത്ത് പറയും കുറച്ച് പൈസ നിങ്ങളിട്, എന്നിട്ട് നിങ്ങൾ ഇവിടുത്തെ നിങ്ങൾ സേഫായിട്ട് കളിക്കുക, നല്ല ബുദ്ധിപൂർവ്വം കളിക്കുക. ഇത് തൊടാതെ നിങ്ങൾ പോയി ജോലി ചെയ്ത് നിങ്ങളല്ലെങ്കിൽ വേറെ ഒരു സോഴ്സ് പൈസ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് കളിക്കും നിങ്ങളെ കയ്യിലുള്ള, അല്ലാതെ വിറ്റ് തുലയ്ക്കരുത് ഒരിക്കലും. ഇപ്പോൾ നിങ്ങൾ അധ്വാനിച്ചുണ്ടാക്കി നല്ല രീതിയിൽ ജീവിതം, ആ ജീവിതം അങ്ങനെ തന്നെ പോട്ടെ. ഇല്ലാതെ നിങ്ങൾ എക്സസ് ഉണ്ടെങ്കിൽ മാത്രം വിദേശത്തോട്ട് കൊണ്ടുപോയി ഇൻവെസ്റ്റ് ചെയ്യുക. അല്ലാതെ അവിടെ ഉള്ള നമ്മൾ ഉണ്ടാക്കി വെച്ച പ്രോപ്പർട്ടി കൊണ്ടുപോയിട്ട് വീണ്ടും അത് വിറ്റ് തുലച്ചിട്ട് വീണ്ടും ഉണ്ടാക്കാമെന്ന് പറയുന്നത് അതൊരു നല്ല കാര്യമില്ല. നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കൂ കേട്ടോ. ഇതാണ് എനിക്ക് ഈ വീഡിയോയിലൂടെ പറയാനുള്ളത്. എല്ലാം ആലോചിച്ച് ചെയ്യുക. വെറുതെ കയ്യിലിരിക്കുന്നത് എടുത്ത് കളഞ്ഞിട്ട് ആ സാധനം വാങ്ങാൻ വേണ്ടി തന്നെ വീണ്ടും പോയി കഷ്ടപ്പെട്ട് ലാസ്റ്റ് നമ്മൾ ഒന്നും നടന്നില്ല, വേറൊരു എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്ന് അവിടെ നിന്ന് പൂട്ടിപ്പോയേണ്ടി വരണമെങ്കിൽ ഇതൊക്കെ എന്ത് സംഭവിക്കും എന്നുള്ളത് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ, അവരുടെ അടുത്ത് സംഭവിക്കുന്നതാണ്. അപ്പം കയ്യിലുള്ളത് സേഫായിട്ട് വെച്ചിട്ട് കളിക്കുക. വേറെ